ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് ലോക പുസ്തക ദിനമാണല്ലോ, ഏപ്രിൽ 23. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം വായനാശീലം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വായന കുറഞ്ഞതാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പുസ്തക ലോകത്ത് നിന്ന് 6 ഇഞ്ച് സ്ക്രീനിലേക്ക് നാം ചുരുങ്ങിയപ്പോൾ സമൂഹത്തിൽ ഇന്ന് അരാജകത്വം വർദ്ധിച്ചിരിക്കുകയാണ്. നന്മയുടെ സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ വായന ആവശ്യമാണ്. നമ്മൾ എന്താണ് വായിക്കേണ്ടത് എന്നതല്ല, അത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം വായനക്കാരന് തന്നെയാണ്. എന്നാലും വായന ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ്. നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വായനശാലകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴത് കുറഞ്ഞു വരികയാണ്. ഒരു വായനശാല ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് ഇല്ലാതെ അതിന് പകരം മറ്റൊന്ന് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വായനശാല ഏതെങ്കിലും കാരണവശാൽ അത് പൂട്ടിപ്പോയാൽ അതിന് പകരം മറ്റൊന്നവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നതാണ് വാസ്തവം. ഇത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. സർക്കാരുകൾ വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഗ്രാന്റുകളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് വായിപ്പിക്കുവാൻ സർക്കാരുകൾക്ക് സാധ്യമല്ലല്ലോ. ഇവിടെയാണ് ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടത്. കഴിയുന്നതും പുസ്തകങ്ങൾ നേരിട്ട് വായിക്കുന്ന ശീലമാണ് വളർത്തേണ്ടത്. അല്ലാതെ ഇലക്ട്രോണിക് മാധ്യമം വഴിയുള്ള വായനയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് തെറ്റാണ് എന്ന് ഇതിനർത്ഥമില്ല. അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. അതും വായനയാണ്. വായനയെ പ്രത്യേകിച്ച് രാസലഹരിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ സമൂഹം, ഇപ്പോൾ നമ്മൾ രാസലഹരിയുടെ ഒരു ലോകത്താണല്ലോ ജീവിക്കുന്നത്. ഈ രാസലഹരിയിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതിനും പ്രധാന ഒരു ഘടകം വായന തന്നെയാണ്. അങ്ങനെ വായനയെ നമുക്ക് ഒരു ലഹരിയാക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ വിജയിച്ചു എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അടിയുലയുന്ന ഈ സമൂഹത്തെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ച് അടിയുലയുന്ന ഈ സമൂഹത്തെ, ഈ യുവത്വത്തെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ച് വായന ഒരു ലഹരിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നതിൽ തർക്കമില്ല. വായന മനുഷ്യനിൽ ക്ഷമയെ വർദ്ധിപ്പിക്കുന്നു, വാക്ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷമ മനുഷ്യ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ഇല്ലാത്തതും അതാണ്. ഒരാളെ കാത്ത് 10 മിനിറ്റ് പോലും നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ചെറിയ ചെറിയ റീലുകളുടെ കാലമാണ്. അതും 15 സെക്കൻഡ് ആയി ചുരുങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഇന്നത്തെ കാലത്ത് 15 സെക്കൻഡാണ് ഒരാൾക്ക് ഒരു വീഡിയോ കാണാൻ ലോകം അനുവദിച്ച സമയം. അപ്പോൾ 1000 പേജുള്ള ഒരു പുസ്തകം ക്ഷമയോടെ വായിച്ച് അത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നതും മറ്റൊരാൾക്ക് അത് ആ അറിവ് പകർന്നു നൽകുന്നതും ഒക്കെ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. വായനാശീലം ഉള്ള ഒരു വ്യക്തി തീർച്ചയായും ക്ഷമയുള്ളവനായിരിക്കും. ക്ഷമ സമൂഹത്തിന് ഗുണം ചെയ്യും. ഒരു കാര്യം ചെയ്യുമ്പോൾ 2 വട്ടം അതേക്കുറിച്ച് ചിന്തിക്കുക എന്നത് ക്ഷമയുള്ളവരുടെ പ്രത്യേകതയാണല്ലോ. വായന വ്യക്തിത്വ വികസനത്തിന്റെ പ്രധാന ഘടകമാണ്. ഇന്ന് നമ്മൾ വ്യക്തിത്വം വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസുകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ കൃത്യനിഷ്ഠയുള്ള വായനയുള്ള ഒരാൾ ഇത്തരം ക്ലാസുകളില്ലാതെ തന്നെ ആക്റ്റീവായിരിക്കും. ഇന്ന് നമ്മൾ AI യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. അവിടെ കിട്ടാത്ത വിവരങ്ങളില്ല. നമ്മൾ ഒരു വീഡിയോ വീക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ഉപദേശം തരുന്ന വ്യക്തി ആ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്നതിന് ആധികാരികതയില്ല. അദ്ദേഹത്തിന് ആ വിവരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം ആധികാരികമായി പറയുന്നില്ല. എന്നാൽ പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ വിവരങ്ങൾ ലഭിച്ച വഴി രേഖപ്പെടുത്തിയിരിക്കും. അതാണ് ആധികാരികതയെ കുറിച്ച് പറഞ്ഞത്. തീർച്ചയായും ഈ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണല്ലോ. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഉണർത്തുന്ന നമുക്ക് അത് ഉപകാരപ്രദമാകട്ടെ. വായന നമുക്ക് ഒരു ലഹരിയാക്കാം. ഇന്ന് ഈ രാസലഹരിയുടെ ലോകത്ത് അതിന് പകരം വായന നമുക്ക് ലഹരിയാക്കി നമ്മുടെ സമൂഹത്തെ ഉത്തേജിപ്പിക്കാം എന്ന് ഉണർത്തിക്കൊണ്ട് ഈ വായനാ ദിനത്തിന്, ഈ ലോക പുസ്തക ദിനത്തിന് മുഴുവൻ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.
ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.